ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, +1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നവർ, അല്ലെ കിട്ടുന്നവരും കിട്ടാത്തവരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും +1 ക്ലാസ്സുകൾക്കും MS സൊല്യൂഷൻസ് +1 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, +1 രണ്ടാം അലോട്ട്മെൻറ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ജൂൺ 10-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്നുള്ള ഡേറ്റിനെ ജൂൺ 9-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ തിങ്കളാഴ്ച നിങ്ങളുടെ ജൂൺ 9 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ജൂൺ 10-ാം തീയതിയാണ് അഡ്മിഷൻ തീയതിയായി വരുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ സർക്കുലർ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 10-ാം തീയതി എത്ര മണി മുതലാണ്, അത് എത്ര വരെയുണ്ട് അഡ്മിഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയ അതേ രീതിയിൽ തന്നെയാണ് നോക്കേണ്ടത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ നോക്കിയത് എങ്ങനെയാണ്? HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് അതിൽ ട്രയൽ റിസൾട്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് അലോട്ട് റിസൾട്ട്, അവിടെ എന്തുണ്ടാവും? സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കുലർ കാണാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നോ, കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നോ, നേരത്തെ കിട്ടിയ അതേ സ്കൂളിൽ തന്നെ കിട്ടിയവരാണെങ്കിൽ നോ ചേഞ്ച് എന്നോ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ്? HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ഇനിയൊരു ചോദ്യം, ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ എനിക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ മാറ്റമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഒരു സ്കൂളിൽ താൽക്കാലികമായി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തൊരു കുട്ടി, ഫീസ് അടയ്ക്കാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അവിടെ നൽകി വന്നൊരു കുട്ടി, ആ കുട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഹയർ ഓപ്ഷനിൽ മറ്റൊരു സ്കൂളിലാണ് ലഭിച്ചത്. അത് ഒന്നാമത്തെ ഓപ്ഷനാകാം, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സ്കൂളുകളും ആവാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത്? പുതിയ സ്കൂളാണ് ലഭിച്ചതെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് പ്രവേശന സമയത്ത് നൽകിയ രേഖകൾ വാങ്ങി അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പ്രവേശനം നേടണം. ഒന്നാം ഓപ്ഷനാണെങ്കിൽ സ്ഥിര പ്രവേശനവും ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നതെങ്കിൽ താൽക്കാലികമായോ സ്ഥിരമായോ അഡ്മിഷൻ തുടരാം. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ചെന്ന് ഒറിജിനലായിട്ട് നിങ്ങൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ അവിടെ കൊടുത്തത് ആ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ തിരിച്ചു വാങ്ങുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിൽ, അത് ഒന്നാമത്തെ ഓപ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും താൽക്കാലികമായി തുടരാം. ഓക്കെ, യെസ്. എന്നിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി ജൂൺ 16-ാം തീയതി വരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. അവിടെയും താൽക്കാലിക അഡ്മിഷൻ എടുത്താൽ മതി. മറ്റാരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെ ലഭിച്ചാലും അതിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ സ്ഥിരമാകണമെന്ന്. അങ്ങനെയില്ല. ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വേറൊരു വഴിയില്ല, അവിടെ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ പെർമനൻ്റ് ആയിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാത്ത മറ്റ് 2, 3, 4 ഒക്കെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചതെങ്കിൽ നിങ്ങൾക്കവിടെ ഇഷ്ടമല്ലെങ്കിൽ ടെമ്പററി ആയി തുടരാം. ഇനി ഇഷ്ടമാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് താൽക്കാലിക പ്രവേശനം എടുത്ത എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് റിസൾട്ട് വന്നപ്പോൾ അവിടെ നോ ചേഞ്ച് എന്ന് കാണിക്കുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴും റാങ്ക് എവിടെ തന്നെയാണ് കൂടുതൽ? ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് എവിടെയാണോ ലഭിച്ചത് അവിടെ തന്നെയാണ് നിങ്ങളുടെ റാങ്ക് കൂടുതൽ. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാങ്കുള്ള സീറ്റ് ഉള്ളത്. ആ സീറ്റ് അല്ലാതെ മറ്റൊരു സീറ്റിന് ഇപ്പോൾ തരുവാൻ നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ ഒരു അഡ്മിഷൻസിൻ്റെ കമ്പ്യൂട്ടറിന് കഴിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നോ ചേഞ്ച് എന്ന് തന്നെയായിരിക്കും. അങ്ങനെ വന്ന കുട്ടികൾ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കുക. എന്നിട്ട് അവർ വിളിക്കും, നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല സാർ, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറയാം, സാർ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി തുടരുകയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിച്ച അതേ സ്കൂളിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിലും ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്നല്ല കാണിക്കുക,
നോ ചേഞ്ച് എന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും കാണിക്കുക. അതിനർത്ഥം എന്തല്ല, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്നല്ല, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിലും നേരത്തെ ലഭിച്ച അതേ സ്കൂളിൽ തന്നെയാണ് എന്നാണ് അതിനർത്ഥം. വീണ്ടും നിങ്ങൾ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഫോണിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതാ നോ ചേഞ്ച് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ താൽക്കാലികമായി ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എടുത്തതെങ്കിൽ വേണമെങ്കിൽ ഫീസ് അടച്ച് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം അലോട്ട്മെന്റിന് കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടി അവിടെ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തത്. സെക്കൻഡ് അലോട്ട്മെന്റിനും അവിടെ തന്നെയാണ് കുട്ടിക്ക് ലഭിച്ചതെങ്കിൽ കുട്ടിക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ തുടരുക. അല്ലെങ്കിൽ ഞാൻ തൽക്കാലം കൊടുവള്ളിയിൽ പഠിക്കാൻ തീരുമാനിച്ചു എന്ന ചിന്തയോടുകൂടി അവിടെ ആ കൊടുവള്ളിയിൽ ചെന്ന് ഫീസ് അടച്ചുകൊണ്ട് സ്ഥിരമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആ രണ്ട് ഓപ്ഷൻ കുട്ടിയുടെ മുന്നിലുണ്ട്. അത് കുട്ടിയും രക്ഷിതാവുമാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്തതായി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നപ്പോൾ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വന്നു കിട്ടിയില്ല, സെക്കൻഡ് വന്നു കിട്ടിയില്ല, എത്രയോ A+കൾ ഉണ്ടായേക്കാം. നിങ്ങൾ എന്തിനേക്ക് വെയിറ്റ് ചെയ്യുക? തേർഡ് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിനായി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിൽ അഡ്മിഷൻ ലഭിക്കാത്ത എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല, പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച സ്കൂളിനോട് താല്പര്യമില്ല, അത് ഫസ്റ്റ് ഓപ്ഷനും അല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അല്ല, എന്താ ചെയ്യാം? നിങ്ങൾക്ക് ആ സ്കൂളിൽ ചെന്ന് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. എന്നിട്ട് മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താ ടെമ്പററി അലോട്ട്മെന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കൈകളിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? EWS റിസർവേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ടൈ ബ്രേക്കിംഗ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ? NCC ലിറ്റിൽ കൈറ്റ്സ് പോലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ? NMMS ഉണ്ടോ? ഇങ്ങനെ പല സർട്ടിഫിക്കറ്റുകളും ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ആ ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന അത്രയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ ഒറിജിനൽ നിങ്ങൾ എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ ചെന്ന്, അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ചെന്ന് കൊണ്ടുപോയി കൊടുക്കണം. അതിനാണ് ടെമ്പററി എന്ന് പറയാ. അതിന്റെ കൂടെ ഫീസും കൂടി കൊടുത്താൽ പറയുന്ന പേരാണ് എന്ത്? പെർമനന്റ് അഡ്മിഷൻ. ഓക്കെ ആണല്ലോ? സോ പെർമനന്റ് അഡ്മിഷനോ അല്ലെങ്കിൽ താൽക്കാലികമായ അഡ്മിഷനോ എടുക്കാവുന്നതാണ്. ഹയർ ഓപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെ കിട്ടി? ഒരു നാലാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട 3 സ്കൂളുകൾ വേറെ ഉണ്ട് എന്നാണല്ലോ അർത്ഥം. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ആ നാലാമത്തെ സ്കൂളിൽ ചെന്ന് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാം. മുകളിലുള്ള 3 സ്കൂളുകളിൽ ഏതെങ്കിലും സ്കൂളുകൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് അവിടെ ഒരു സ്ലിപ്പ് ഉണ്ടാകും. ആ സ്ലിപ്പ് വാങ്ങിയിട്ട് പൂരിപ്പിച്ച് കൊടുത്താൽ മതി. അതായത് നാലാമത്തെ അലോട്ട്മെന്റിൽ കുട്ടിക്ക് നാലാമത്തെ സ്കൂളാണ് കിട്ടിയത്. മുകളിലുള്ള 3 സ്കൂളുകളിൽ ഒരു സ്കൂൾ വേണ്ട, അത് കിട്ടിയാലും പോകൂല, കൊടുത്തു കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, അല്ലെ ഇപ്പൊ ആ സ്കൂളിനോട് താല്പര്യമില്ല എന്നൊക്കെയാണെങ്കിൽ അതിലേതെങ്കിലും സ്കൂൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ ഒരു സ്ലിപ്പ് സ്കൂൾ തരും, അതിൽ പൂരിപ്പിച്ച് കൊടുത്താൽ മതി. അത് അക്ഷയക്കാരോ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരോ അല്ല ചെയ്യേണ്ടത്, അത് ആ സ്കൂളാണ് ചെയ്യേണ്ടത്. സോ ആ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ആ സ്കൂളിൽ ഉണ്ടാകും. ഡോണ്ട് വറി. ഓക്കെ, അടുത്തതായി ഏകജാലകത്തിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഇനി അവസരം കിട്ടുമോ? സർ, എനിക്ക് ട്രയൽ അലോട്ട്മെന്റിന് മുമ്പേ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, അല്ലെ ഞാൻ കൊടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ എൻ്റെത് കൊടുക്കാൻ മറ്റൊരാൾ വിട്ടുപോയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ 3 അലോട്ട്മെന്റ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ജൂൺ 24-ാം തീയതി സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 24-ാം തീയതി സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതുക്കി അപേക്ഷിക്കേണ്ടവർക്ക്, അതുവരെ കിട്ടാത്തവർക്ക്, ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും കിട്ടാത്തവർക്ക് പുതുക്കി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ കൊടുക്കാൻ പറ്റാതെ പോയവർക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ആ അലോട്ട്മെന്റിന്റെ പേരാണ് എന്ത്? സപ്ലിമെന്ററി അലോട്ട്മെന്റ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്ത്
ചെയ്തിരിക്കുന്നത്. ഇനി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എത്ര അലോട്ട്മെൻറ്റുകൾ മാറി മറിഞ്ഞാലും ഏതെല്ലാം കോഴ്സുകൾ നിങ്ങളുടെ കണ്ണിലൂടെ പോയാലും നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ കംപ്ലീറ്റ് കഴിയുന്ന ഒരാൾ തന്നെയാണ് MS സൊല്യൂഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് വിധത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് +1 സയൻസിൽ A+ ഉറപ്പിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ A+ ഉറപ്പിക്കുന്ന ഷുവർ A+ ബുക്ക് ഇപ്പോൾ 1450 രൂപയാണ്. ലിമിറ്റഡ് ഓഫറാണ്. 200 രൂപ ഡിസ്കൗണ്ട് ഇപ്പോഴുണ്ട്. നിങ്ങൾക്കിത് ലഭിക്കണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ലാസ്റ്റ് 471. ഓക്കെ, ഇനി നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ കൂടെ +1 റിഡോക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്താ റിഡോക്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ? +1 നിങ്ങളെ A+ മാർക്കിലേക്ക് എത്തിക്കുന്ന ബാച്ചിൻ്റെ പേരാണോ റിഡോക്സ് ബാച്ച്. വെറും 2000 രൂപയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വേറൊരു മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. എന്നിരുന്നാലും ബുക്കിലൂടെയും A+ വാങ്ങാം, ബാച്ചിലൂടെയും A+ വാങ്ങാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് നേടാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.